കോട്ടയം പാലായിൽ ഇന്നലെ ഈ സമയത്ത് ഒരു അതിക്രൂര കൊലപാതകം നടന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ മദ്യലഹരിയിൽ തുടങ്ങിയ തർക്കം ഒടുങ്ങിയത് ഒരാളുടെ ജീവനെടുത്താണ്. തിരുവനന്തപുരം സ്വദേശി ഷാജിയെ നെഞ്ചിൽ നിരന്തരം ചവിട്ടി കൊലപ്പെടുത്തിയത് ഒപ്പം താമസിച്ചിരുന്ന ശ്യാമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് പാലാ പോലീസ്. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ കാണുന്ന പാലാ മുരുക്കുംപുഴയിലെ വീട്ടിൽ വെച്ച് കൊലപാതകം നടക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് തിരുവനന്തപുരത്തു നിന്നുള്ള 5-അംഗ സംഘം കെട്ടിട നിർമ്മാണ ജോലികളുടെ ഭാഗമായി ഈ മുരുക്കുംപുഴയിലെ വീട്ടിൽ താമസത്തിനായി എത്തുന്നത്. ഇന്നലെ ജോലിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഈ 5 പേരും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ മദ്യപാനത്തിനിടയിൽ 2 പേർ, അതായത് ശ്യാമും ഒപ്പം കൊല്ലപ്പെട്ട ഷാജി, ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. ഈ വാക്കുതർക്കത്തിൻ്റെ ഇടയിൽ വെച്ച് ഇരുവരും തമ്മിൽ സംഘർഷവും കയ്യാങ്കളിയൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ കാണുന്ന റൂമിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ട ഷാജിയുടെ നെഞ്ചിൽ ശ്യാമ് ആവർത്തിച്ച് ചവിട്ടുകയാണ്. അങ്ങനെ പലതവണ ചവിട്ടി ആ ചവിട്ടേറ്റാണ് ഷാജി കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പറയുന്നത്. കൊലപാതകത്തിൻ്റെ വിവരമറിഞ്ഞ് ഹൗസ് ഓണർ ഉൾപ്പെടെ ഇവിടേക്ക് ഓടിയെത്തുന്നു. തുടർന്ന് ഈ ഷാജിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഷാജിയുടെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇവിടെ ഈ മദ്യപാനത്തിന് ടച്ചിങ്സ് ആയിട്ട് പോർക്ക് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ പാകം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാചകം ചെയ്ത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ തർക്കമുണ്ടാകുന്നതും കൊലപാതകമൊക്കെ തന്നെ സംഭവിക്കുന്നതും. എന്തായാലും പാലാ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ഈ പ്രതിയെ പിടികൂടി. മാത്രമല്ല ഒപ്പം താമസിച്ച 3 പേരെയും നിലയിൽ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇവരെയും ചോദ്യം ചെയ്ത് വരികയാണ്. ഇത്തരത്തിൽ ഈ ഷാജിയുടെ നെഞ്ചിൽ ചവിട്ടുന്നത് കണ്ടു എന്ന ദൃക്സാക്ഷികൾ ഉൾപ്പെടെ മൊഴി നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി അയാൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ശ്യാംകുമാറിനെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്കഫിളുണ്ടായി. അപ്പോൾ തറയിൽ വീണ അയാൾ ചവിട്ടി. അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ബാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമേ മരണകാരണം എന്താണെന്ന് അറിയാൻ കഴിയും. കൊല്ലപ്പെട്ട ഷാജിയും പ്രതിയായിട്ടുള്ള ശ്യാമും തിരുവനന്തപുരം സ്വദേശിയാണ്. എന്തായാലും വൈകിട്ടോടുകൂടി തന്നെ പ്രതിയായിട്ടുള്ള ശ്യാമിനെ പാലാ കോടതിയിൽ ഹാജരാക്കി. ഏകദേശം 2 മാസങ്ങൾക്ക് മുൻപാണ് ഈ വീടിന് സമീപത്ത് തന്നെയായിട്ട് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മറ്റൊരു കൊലപാതകം കൂടി ഉണ്ടാകുന്നത്. അതും ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണ ജോലികൾക്ക് വേണ്ടി വന്ന ആലപ്പുഴ സ്വദേശിയാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്ന് മരണം സംഭവിച്ചത്. എന്തായാലും പാലാ മുരുക്കുംപുഴയിലാണ് ഇത്തരത്തിൽ നാടിനെ നടുക്കിയ ഈ കൊലപാതകം ഇന്നലെ രാത്രി ഉണ്ടായത്. കോട്ടയത്ത് നിന്ന് ചെവൻ തേക്കടിക്കൊപ്പം ഷിനോസ് പി, മാതൃഭൂമി ന്യൂസ്.